ഇല്ലാത്ത ആളുകളുണ്ട് സദസ്സിൽ. എവിടെ പോയാലും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി കുട്ടികളില്ല, 2 വർഷമായി കുട്ടികളില്ല, 10 വർഷമായി കുട്ടികളില്ല, 15 വർഷമായി കുട്ടികളില്ല. അപ്പൊ ഡോക്ടർമാരല്ല കുട്ടികളെ നൽകുന്നത് അല്ലാഹുവാണ്. കുട്ടി നൽകുന്നത് അല്ലാഹുവാണ്. നമ്മുടെ അധ്വാനം അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അതൊരു സബബാണ്. മക്കൾ തരുന്നത് അല്ലാഹുവാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. ഉസ്താദേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയില്ലാത്തൊരു ദ്വാ എല്ലാ സദസ്സിലുണ്ടാവും, എല്ലാ സദസ്സിലുണ്ടാവും. കാരണം കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ലോകത്ത് മക്കൾ ഉണ്ടാവില്ലേ എന്ന് പേടിച്ചിട്ട് ഇണ കൂടുന്നത് മനുഷ്യന്മാർ മാത്രമാണെന്നാണ്. മൃഗങ്ങളൊക്കെ ഇണ കൂടുന്നത് കുട്ടികളുണ്ടാവാനാണ്. മനുഷ്യന്മാര് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനാണ് ഇണ കൂടുന്നത്, അല്ലെ? അതന്നെയാണ് കുട്ടി കിട്ടാതിരിക്കാനുള്ള കാരണവും. അപ്പൊ അതിനുള്ള പരിഹാരം എന്താ? മഹാനായ അള്ളാഹുവാണ് മക്കളെ തരുന്നത്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ വാർദ്ധക്യ സഹജമായ പ്രായാധിക്യത്തിലെത്തിയപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, കേൾക്കണേ, മക്കളുള്ളവരും ഇല്ലാത്തവരും കേൾക്കണേ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല അർ-റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ ഹൃദയം, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ ശോഷിച്ചു പോയിരിക്കുകയാണ്, ശുഷ്കിച്ചു പോയിരിക്കുകയാണ്. എന്റെ ശരീരത്തിന്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ തലയുടെ മുടിയെല്ലാം നരച്ചു പോയിട്ടുണ്ട്. ഇന്ന് നരക്കാറില്ല. ഇന്നെല്ലാവരുടെ മുടിയും കറുപ്പ് തന്നെ. 60 ആയാലും കറുപ്പാണ്, 70 ആയാലും കറുപ്പാണ്, 90 ആയാലും കറുപ്പ് തന്നെ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, 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 എന്റെ തലമുടി നരച്ചുപോയി, എന്റെ ശരീരമാകെ ശുഷ്കിച്ചു, ഞാൻ വാർദ്ധക്യ സഹജമായ ആ ഒരു രോഗത്തിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, 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 ഞാൻ നിന്റെ ദുആ ചെയ്തിട്ടൊരിക്കലും ദുആക്ക് ഉത്തരം കിട്ടില്ല എന്നൊരു നിരാശ എനിക്കില്ല. ഞാനിപ്പോഴും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്റെ തലമുടി നിരച്ചിട്ടുണ്ട്, എന്റെ കൈകാലുകൾ തളർന്നിട്ടുണ്ട്. എന്നാലും ഞാനിനി മക്കളെ ലഭിക്കില്ല എന്നൊരു നിരാശ എനിക്കില്ല. നീ മക്കളെ തരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അത് തന്നെയാണ് നവദമ്പതിമാർക്ക് വേണ്ടത്. മക്കളില്ലാത്ത ദമ്പതികൾക്കും വേണ്ടത് അത് തന്നെയാണ്. ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ പറയാം, പക്ഷേ ഉസ്താദുമാരല്ല മക്കളെ തരുന്നത്. തങ്ങന്മാരോട് ദുആ ചെയ്യാൻ പറയാം, തങ്ങന്മാരല്ല മക്കളെ തരുന്നത്. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവല്ലേ, അത് കുഫറിന്റെ ഭാഗമാണ്. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോവല്ല. ഡോക്ടർമാരോട് പറയാം, എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാം. പക്ഷേ കാരണങ്ങളെല്ലാം ലെവലായി, എല്ലാം മരുന്ന് കഴിച്ചൊരു കുഴപ്പമില്ലെങ്കിലും മക്കളില്ലാത്ത ആളുകൾ 100 കണക്കിന് ആളുകളുണ്ട്. കാരണം മക്കളെ തരുന്നത് ഡോക്ടറുമല്ല, അതാണ് അല്ലാഹുവാണ്. ആ റബ്ബിനോടാണ് തലമുടി നരച്ചിട്ടും ചോദിക്കുന്നത്. നിരാശ വന്നിട്ടില്ല, പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എന്റെ തലമുടി നരച്ചിട്ടും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം. وَإِنِّي خِفْتُ الْمَوَالِيَ مِنْ وَرَائِي وَكَانَتِ امْرَأَتِي عَاقِرًا فَهَبْ لِي مِنْ لَدُنكَ وَلِيًّا. അല്ലാഹുവേ, എന്റെ ഭാര്യ പ്രസവിക്കാത്ത ഒരു മച്ചിപ്പെണ്ണാണ്, എന്റെ ഭാര്യ പ്രസവിക്കാൻ കഴിവില്ലാത്തൊരു പെണ്ണാണ്. എന്നാലും ഫഹബ് ലീ, എനിക്ക് നീ തരണം, മിൻ ലദുൻക വലിയ്യാ, എന്നിൽ നിന്നൊരു കുട്ടി, ഒരു സംരക്ഷകൻ, ഒരു വലിയ നീ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തു മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. അങ്ങനെ മുടിയൊക്കെ നരച്ചപ്പോഴാണ് അല്ലാഹു മറുപടി കൊടുക്കുന്നത്, യാ സക്കരിയ, സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. അല്ലാഹു തന്നെ പേരുമിട്ട് കൊടുത്തു, നിനക്ക് യഹ്യ എന്ന് പേരുള്ള മകനെ ഞാൻ തരാൻ പോവുകയാണ്. എപ്പോഴാണ് അത് ലഭിക്കുന്നത്? തലമുടി നരച്ചപ്പോഴാണ്.
ശരീരത്തിന്റെ എല്ലുകൾ ക്ഷയിച്ചപ്പോഴാണ്. എന്നിട്ട് അള്ളാഹുവിനോട് സക്കരിയ നബി പറഞ്ഞു, അള്ളാഹുവേ അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് ഇനി കുട്ടിയുണ്ടാവുന്നത്? എന്റെ ഭാര്യ മച്ചിയാണല്ലോ, എനിക്കാണെങ്കിൽ പ്രായം 50ഉം 60ഉം പ്രായാധിക്യത്തിലെത്തിയിട്ടുണ്ടല്ലോ, ഇനി എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുന്നത് എന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോഴാണ്, ശ്രദ്ധിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രദ്ധിക്കണേ, അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? അള്ളാഹു പറഞ്ഞു, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. കേട്ടോ? അപ്പോ സക്കരിയ നബി പറഞ്ഞു, അള്ളാഹു ഇനി എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവുക? ഈ ഒരു വാർദ്ധക്യത്തിലെത്തി വെടികുത്തി നടക്കുന്ന എനിക്കിനി കുട്ടി ഉണ്ടാവാനോ? എന്റെ ഭാര്യയാണെങ്കിൽ മച്ചിപ്പെണ്ണാണ്, ഞാനാണെങ്കിൽ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് കഷ്ടപ്പെടാണ്, എനിക്കിനി കുട്ടി ഉണ്ടാകുമോ? അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖാല കദാലിക ഹുവ അലയ്യ ഹയ്യിൻ ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. എനിക്കത് വലിയ കാര്യമില്ല, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും പ്രയാസമില്ല, എനിക്കതൊരു പ്രയാസമുള്ള വിഷയമല്ല. നിങ്ങൾ കിഴവനാണോ കിഴവിയാണോ ഒന്നും ഞാൻ നോക്കുന്നില്ല, എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. മനസ്സിലാകുന്നില്ല? മക്കളെ തരുന്നത് ആരാ? റബ്ബാണ്, പഠിച്ചോനാ. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു മക്കളെ തരും, അള്ളാഹുവിനത് നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ ചോദ്യം ആത്മാർത്ഥതയോടെ റബ്ബിനോട് ചോദിക്കേ. ലക്ഷങ്ങൾ ഡോക്ടറിന് കൊടുക്കുന്നതിന് പകരം ലക്ഷങ്ങൾ പള്ളിക്കും സ്ഥാപനങ്ങൾക്കും കൊടുക്കുക, എന്നിട്ട് റബ്ബിനോട് ചോദിക്ക്. ഒരു പക്ഷെ നിനക്ക് 60ാമത്തെ വയസ്സിലായിരിക്കും കുട്ടി ഉണ്ടാവുന്നത്. അതെനിക്ക് പ്രയാസമല്ല. നീ ഒരു കിഴവിയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കാൻ നിനക്കും പ്രയാസം ഉണ്ടാവൂല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഹുവ അലയ്യ ഹയ്യിൻ, ഇതെനിക്ക് പ്രയാസമുള്ള വിഷയമല്ല സക്കരിയ നബിയെ എന്ന് അള്ളാഹു സക്കരിയ നബിക്ക് മറുപടി കൊടുത്തു. അപ്പൊ സക്കരിയ നബിക്ക് എന്നിട്ട് വിശ്വാസമായില്ല. സക്കരിയ നബി ചോദിച്ചു, റബ്ബി ജഅൽനീ ആയ, അള്ളാഹുവേ എനിക്ക് നീ മക്കളെ തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ദൃഷ്ടാന്തം തരണം, അതിന്റെ ഒരു അടയാളം തരണം. അള്ളാഹു പറഞ്ഞു, ആയതുക അല്ലാ തുകല്ലിമന്നാസ സലാസ ലയാലിൻ സവിയാ, 3 ദിവസം താങ്കൾ ആരോടും സംസാരിക്കില്ല, അത് തന്നെയാണ് താങ്കൾക്കൊരു മകൻ ഉണ്ടാകുന്നു എന്നതിന്റെ ലക്ഷണം. അപ്പൊ വയസ്സരായ വൃദ്ധരായ ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ നൽകി. പിന്നെ 30 വയസ്സുള്ള നിങ്ങൾ പ്രതീക്ഷയൊക്കെ കൈവിടുക, അതിനൊന്നും ആവശ്യമില്ല. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു ചാക്ക് പഞ്ചസാര ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ ഒരാൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, അള്ളാഹു ആ സഹോദരി ആ ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ തരട്ടെ, മക്കളെ കൊടുക്കട്ടെ. ആരൊക്കെയാണോ മക്കളില്ലാതെ വിഷമിക്കുന്നത്, കുവൈത്തിലൊക്കെ പോയപ്പോ 4-5 ആളുകളാണ് പറഞ്ഞത് 5ഉം 3ഉം 2ഉം വർഷമായിട്ട് മക്കളില്ല എന്നൊക്കെ. അള്ളാഹു അവർക്കൊക്കെ സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. അപ്പൊ ഒരു ചാക്ക് പഞ്ചസാര അത് ദാറുൽ ഹുദയിൽ ഏൽപ്പിക്കുക, പണ്ട് CH ഹൈദ്രോസ് ഉസ്താദ് ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഒരു നേർച്ച അങ്ങനെ ഉണ്ടായിട്ട് ഒരുപാട് കുട്ടികളുണ്ടായി. ആ കുട്ടിക്ക് പഞ്ചാരക്കുട്ടി എന്ന് പേരിട്ടിട്ടുണ്ട്. 10-15 വർഷമായി കുട്ടികളില്ല, പഞ്ചസാര കൊടുത്ത് കുട്ടിയുണ്ടായി, കുട്ടിയുടെ പേര് പഞ്ചാരക്കുട്ടി. അങ്ങനെ ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങള് ഏതായാലും ഉസ്താദ് പറഞ്ഞല്ലേ നോക്കാം എന്നൊരു രീതിയിലാ കൊടുക്കുന്നെങ്കിൽ കുട്ടി ഉണ്ടാവൂല. അള്ളാഹു തരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളൊരു ചാക്ക് പഞ്ചസാര കൊണ്ടുപോയി നേർച്ചാക്കി കൊടുക്കി. മക്കളല്ലേ കിട്ടാൻ പോകുന്നത്, ഇനി കിട്ടിയതിന് ശേഷം കൊടുക്കുക, അത് നേർച്ച തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒരു ഒപ്റ്റിമിസ്റ്റ്, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള നേർച്ച ഏതാ, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള നേർച്ച ഏതാ, കൊണ്ടുപോയിട്ട് ഒരു ചാക്ക് അവിടെ കൊടുക്കുക, എന്നിട്ട് ദുആ ചെയ്യിപ്പിക്കുക, അള്ളാഹു തരും. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കതൊന്നും ഒരു കാര്യമില്ല, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് റിസ്ക്കുള്ള വിഷയമൊന്നുമല്ല. അള്ളാഹു നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ, അള്ളാഹു നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ. അതേപോലെ തന്നെ വേറൊരാൾക്ക് മക്കളെ നൽകി. നമ്മൾ വിചാരിച്ചു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടാലേ മക്കളുണ്ടാവും. എന്നാൽ ഭർത്താവില്ലാതെ മക്കളെ കൊടുത്തിട്ടുണ്ട്, ഭർത്താവില്ല മക്കളുണ്ട്. എന്നാ പിന്നെ മതിൽ ചാടിയതാണോ? അതുമല്ല. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണ്, ഞാൻ എങ്ങനെ മക്കളെ കൊടുക്കും? ഒന്നുമില്ലാത്ത മണ്ണിൽ നിന്നല്ലേ ആദം നബിയെ ഞാൻ സൃഷ്ടിച്ചത്. ആദം നബി പ്രസവിച്ചിട്ടാണോ ഹവ്വാ ബീവി ഉണ്ടായതല്ല. ആദം നബിയുടെ വാരിയലിൽ നിന്നൊരു കഷ്ണം, അതിൽ നിന്നാണ് ഹവ്വാ ബീവിയെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണ്. അപ്പൊ എവിടെ മക്കൾക്ക്, എവിടെ അതിന്റെയൊക്കെ കേന്ദ്രം എവിടെ? അത് അള്ളാഹുവിന്റെ അടുത്താണ്. പടച്ചവനോട് ചോദിക്കണം. പെണ്ണുങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോവാൻ, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. എന്തേ? കല്യാണത്തിന് എത്തിയ പിന്നെ എല്ലാവർക്കും ഒരൊറ്റൊരു ചോദ്യമുള്ളൂ, കുട്ടി ഉണ്ടായോ? ഇല്ല. എന്തേ? അമ്മോ, എന്താ കുട്ടി ഉണ്ടാ? അമ്മോ,
നമ്മളെ ഭർത്താവ് കുട്ടി തരുന്നത് അല്ലെ നമ്മൾ തീരുമാനിക്കുകയാണ് കുട്ടിയൊക്കെ? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം? കുട്ടി ഉണ്ടായെന്ന് ചോദിക്കുക, കുഴപ്പമില്ല, അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് കുഴപ്പമൊന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നിനക്കാണോ കുഴപ്പം, അല്ല ഭർത്താവിനാണോ ഭാര്യയ്ക്കാണോ കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടോ? അവർ തീർക്കും കുഴപ്പങ്ങൾ. എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത എത്ര പെണ്ണുങ്ങളുണ്ടെന്നറിയോ? ഇഷ്ടം പോലെ ഉണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത പെണ്ണുങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ചോദ്യമൊക്കെ നിർത്തിക്കുക, നിങ്ങളിൽ നിർത്തണം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിഷമിപ്പിക്കരുത്. ഏതായാലും മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹദിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. അല്ലാഹുവിന്റെ റൂഹ് എന്ന് പറയുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മഹദിയായ മറിയം ബീവിയുടെ അടുത്തേക്ക് അയക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചുപോയി. അന്യപുരുഷൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒരു അന്യപുരുഷൻ വരുന്നത്. പടച്ചോനെ, അന്യപുരുഷൻ എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു മഹദിയായ മറിയം ബീവി. ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. നിങ്ങൾക്ക് അല്ലാഹനെ പേടിയുണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നോ, ദയവ് ചെയ്ത് എന്നെ സ്പർശിക്കരുത്, എന്നെ തുടരുത്. നമ്മളൊക്കെ തൊടാൻ വേണ്ടിട്ട് നടക്കാം അല്ലേ? ഇങ്ങോട്ട് വന്നിട്ട് പറയാ ഇൻ കുൻത തഖിയ്യ, അല്ലാഹനെ പേടിയുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കണം. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യാ. നിങ്ങൾക്കൊരു കുട്ടി തരാൻ അല്ലാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. എനിക്ക് കുട്ടിയോ? അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാകുന്നത്? വലം യംസസ്നീ ബശറുൻ, ഇന്ന് വരെ ഒരു പുരുഷൻ എന്നെ തൊട്ടിട്ടില്ല. വലം അകു ബഗിയ്യ, ഞാനൊരു വ്യഭിചാരി പെണ്ണുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാവുന്നത്? മറിയം ബീവി അത്ഭുതപ്പെട്ടു, എനിക്ക് കുട്ടിയോ? അതിന് ഞാൻ എന്ത് ചെയ്തു എനിക്ക് കുട്ടി ഉണ്ടാവാൻ? എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകി, ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. നിന്റെ റബ്ബ്, മഹദിയുടെ റബ്ബ് എന്നോട് പറഞ്ഞു, ഹുവ അലയ്യ ഹയ്യിൻ, അല്ലാഹുവിന് എളുപ്പമാണ്. ആണില്ലാതെ കുട്ടിയെ കൊടുക്കാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹു മക്കൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് വർഷക്കാലം ദുആ ചെയ്തു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരുപാട് വർഷക്കാലം ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനകക്കുട്ടി. കനകക്കട്ടിന്നോ ഏതായാലും എനിക്ക് പാട്ടിന്റെ വരികൾ അറിയില്ല. അതുകൊണ്ട് എത്ര വർഷം ദുആ ചെയ്തത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 100ാമത്തെ വയസ്സിലെ കുട്ടി ഉണ്ടാവുന്നത്. റബ്ബി ഹബ്ലി മിൻ ലദുക ദുർരിയതൻ തയ്യിബ, അല്ലാഹുവേ എനിക്ക് മക്കളെ തരണേ എന്ന് ദുആ ചെയ്തു. നിരാശനായില്ല. 100ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുട്ടിയുണ്ടായി. അതുകൊണ്ട് കുട്ടിയുണ്ടാവാൻ അല്ലാഹു പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആരെങ്കിലും കുട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. ഭാര്യയും ഭർത്താവും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഭാര്യയും ഭർത്താവും അധികരിപ്പിക്കണേ. അത് പ്രത്യേകിച്ചിട്ട് അത്താഴ സമയങ്ങളിലാകുമ്പോ അതിന് ഇജാബത്തുണ്ടാകും. അത്താഴ സമയം അല്ലാഹുവിന് ഇഷ്ടമുള്ള സമയമാണത്. അത്താഴ സമയങ്ങളിൽ ഭാര്യയും ഭർത്താവും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി താണുകേണ് കരഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു ഒരിക്കലും നിരാശരാക്കില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു ദമ്പതികൾ വന്നു, ഒരു ഭർത്താവ് വന്നു. ഉസ്താദെ, മക്കളില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു, മക്കളുണ്ടായില്ല. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്താൽ ഉടനെ ഇജാബത്തൊക്കെ ലഭിക്കുന്ന സംഭവം ഇഷ്ടം പോലെ അറിയാം. ബക്കറ്റ് വരുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നതാണ് നല്ലത്, തങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുന്നുണ്ട്. സംഘാടകർക്ക് ഒരുപാട് ചെലവൊക്കെ ഉണ്ടാകും അല്ലെ? മൈക്കിന്റെ ചെലവുണ്ട്. ഏതായാലും പിന്നെ പന്തലൊന്നും ഇട്ടിട്ടില്ല അല്ലെ? അതിന്റെ ചെലവ് ലാഭമല്ലേ? അപ്പൊ ഏതായാലും ലാഭമായത് കൊണ്ട് 100 കൊടുക്കാൻ വിചാരിച്ചാൽ 50 കൊടുക്കല്ലേ? SKSSF പ്രവർത്തകന്മാര് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച മജ്‌ലിസ് നൂറിന്റെ വാർഷികമൊക്കെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട്
ഇന്നലെ ആണ്ട് പരിപാടിയാണല്ലോ ഇത്. ഇന്നലെ തീരുമാനിച്ച പരിപാടി ഇന്നേക്ക് മാറ്റി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പോക്കറ്റിലൊന്നുമില്ല. ഏതായാലും നിങ്ങൾ ഏതായാലും എന്ത് ചെയ്യലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നൊരൊറ്റൊരു ആയത്ത് മനസ്സിൽ വെക്കണം. ഒറ്റൊരു ആയത്തിന്റെ അർത്ഥം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കില്ല എന്നൊരായത്ത് എന്നും മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള നോട്ടെടുത്തതിലിടുക. മനസ്സിലായില്ലേ? പോക്കറ്റിൽ മൊത്തം എടുക്കുക. മൊത്തം പോക്കറ്റുകളിൽ എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള നോട്ടെടുത്ത് കൊടുക്കുക. അപ്പോഴാണ് കൂലി കിട്ടുക. ആർക്കും വേണ്ടാത്ത 5ഉം 10ഉം കൊടുത്തിട്ട് എന്ത് കൂലി കിട്ടാനാ? അതാർക്കും വേണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും ഇവിടെ ഉപേക്ഷിച്ച് അവരാരും എടുത്തൂല 5ഉം 10ഒന്നും. അപ്പൊ ഇഷ്ടമുള്ളത് തന്നെ കൊടുക്കണം. 100 ഇഷ്ടമുള്ള ആളുണ്ടാകും, 500 ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, 1000 ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. പൈസ ഇഷ്ടമില്ലാത്ത ആളുകൾ ആരുണ്ടാവില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? ഇഷ്ടമുള്ള നോട്ടെടുത്തിട്ട് നമ്മുടെ ബക്കറ്റിലിട്ട് നന്നായിട്ട് സഹകരിക്കുക. കൊടുക്കുമ്പോ മനസ്സിൽ നിന്ന് നിയത്ത് വെക്കുക, അല്ലാഹുവേ മരണം വരെ മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ, അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ എനിക്ക് തരണമെന്ന നിയത്തോടു കൂടി എല്ലാവരുട്ടേക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. 4-ാമത്തേത് അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനോട് താണുകേണ് കരഞ്ഞ് ദുആ ചെയ്യുക. മക്കളില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ. ആ ഭർത്താക്കന്മാർക്കൊരു പരിഹാരം എന്നോണം അത്താഴ സമയങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കണം എന്ന് പറഞ്ഞാൽ അതിനവർ തയ്യാറല്ല. കേൾക്കുന്നുണ്ടോ? പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാം ഇവിടെ സംസാരിക്കാൻ. മക്കളില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ് ഭാര്യയും ഭർത്താവും. എന്നാലും മക്കളുണ്ടാവാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ്. അതിനവർ തയ്യാറില്ല, റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഇങ്ങനെ ഓസിക്ക് മക്കൾ കിട്ടണം അല്ലെ? റിസ്ക് എടുക്കുക, അപ്പൊ കിട്ടും ഇൻഷാ അല്ലാഹ്. പഞ്ചദ്ധവജത് അധ്വാനിച്ചാല് മക്കളെ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മൾക്കൊക്കെ മക്കളെ തരട്ടെ. കല്യാണം കഴിഞ്ഞ എല്ലാ ദമ്പതികൾക്കും അല്ലാഹു സാലിഹീങ്ങളായ മക്കളെ തരട്ടെ. അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇനി അല്ലാഹ് മക്കളെ തന്നില്ലെങ്കിലോ? അതൊരു പക്ഷെ ഖൈറായിട്ടുണ്ടാവൂല. ദുനിയാവിൽ മക്കളുണ്ടായി, ആ മക്കൾ ഏതെങ്കിലും അന്യ മതസ്ഥന്റെ കൂടെ ഒളിച്ചോടി, അതാണോ നല്ലത്? മക്കൾ ഉണ്ടാവാതിരിക്കലാണോ? ഏതാ? ഒരു പക്ഷെ അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ നിനക്ക് മക്കളില്ലാതിരിക്കുന്നത് നല്ലത് അല്ലേ? നമ്മൾ ഒന്നും ദുആ ചെയ്യാൻ നോക്കിനാ ഷർറമാക്കളെ, പഠിച്ചോനെ നിന്റെ വിധിയിൽ എന്തെങ്കിലും ഒരു ഷർറായ വിധി നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാക്കണേന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് സുബഹിയുടെ കുനൂത്തിൽ. അതിൽ ഒരു ദിവസത്തെ കുനൂത്തിലെ ദുആ അല്ലാഹ് സ്വീകരിച്ചു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അള്ളാഹു ഇങ്ങനൊരു കല ഉണ്ടായിരുന്നു, നമ്മൾക്കൊരു പെൺകുട്ടി ഉണ്ടാവണം, ആ പെൺകുട്ടി കല്യാണം കഴിയുന്നതിന് മുമ്പേ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരാളുടെ കൂടെ ഒളിച്ചോടണം എന്നൊരു കലാവ് ഉണ്ട്. അതൊരു ഷർറായ കലാണ്. പക്ഷെ ആ ദുആ സ്വീകരിച്ചത് കാരണം ഈ ഖലാഇനെ അല്ലാഹു മാറ്റി. കുട്ടി തന്നെ എനിക്ക് വേണ്ട, കാരണം കുട്ടി ഉണ്ടായാലും കുട്ടി ഒളിച്ചോടും. അപ്പൊ കുട്ടി തന്നെ വേണ്ട. അപ്പൊ മക്കളില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഒരു പക്ഷേ നിന്നെ അല്ലാഹു ഷർറിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തായിരിക്കും. അങ്ങനെ സമാധാനിക്കാം. മക്കൾ കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു അതിന്റെ പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നൽകുമാറാവട്ടെ. അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യണം.